ഡിയർ ഫ്രണ്ട്സ്, കോന്നിയിലെ ഇക്കോ ടൂറിസം ആർട്ട് ഗാലറിയിലേക്ക് സ്വാഗതം. കണ്ടാൽ ജീവനുള്ളൊരു ആനയെ പോലെ തന്നെ തോന്നുന്നുണ്ടല്ലേ? അതെ, സ്റ്റാച്യുവും ചിത്രങ്ങളും ഒക്കെ കണ്ടാൽ യഥാർത്ഥ ആനയാണെന്നേ തോന്നുന്നു. അവിടെ ഒരു കോഫി ഷോപ്പുണ്ട്. കോഫി ഷോപ്പ് മാത്രമല്ല, അവിടെ ഒരു കടയുണ്ട്. കാട്ടിലെ പല ഉൽപ്പന്നങ്ങളും, തേന്, മഞ്ഞൾ, കസ്തൂരി മഞ്ഞൾ, അങ്ങനെ പലവിധ ഉൽപ്പന്നങ്ങൾ കിട്ടുന്ന ഒരു കടയുണ്ട്. പൂവപ്പൊടിയുടെ വില കേട്ടോ, 150 ഗ്രാമിന് 250 രൂപ. നമ്മൾ അധ്വാനിച്ച് പൂപ്പൊടി ഉണ്ടാക്കിയത് കൊണ്ട് നമുക്ക് എത്ര രൂപ ലാഭമുണ്ടല്ലേ? കുറച്ചേ കിട്ടിയുള്ളതിലെന്താ, കുറച്ചല്ലേ ഇത് വേണ്ടു ഔഷധ ഗുണത്തിന്. അടുത്തത് എലഫൻറ്റിൻ്റെ ഒരു ആർട്ട് ഗാലറിയാണ്. അതിനകത്ത് തടി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒത്തിരി ആനകളും അതുപോലെ രൂപങ്ങളും ഒക്കെ ഉണ്ട്. ഈ കാണുന്നതൊക്കെ തടിയുടെ വെട്ടുപൂളെന്ന് പറയുകയല്ലേ, അതുപോലുള്ള എന്തോ കൊണ്ട് യോജിപ്പിച്ചുണ്ടാക്കിയിരിക്കുന്നതാണ്. പണ്ട് കോന്നിയിലൊരു ആനപിടുത്ത കേന്ദ്രം ഉണ്ടായിരുന്നു, രാജാക്കന്മാരുടെ കാലം മുതൽ. ആ ആനപിടുത്ത കേന്ദ്രത്തിൽ ഇപ്പോൾ ആനപിടുത്തമൊന്നുമില്ല, 3-4 ആനകളെ വളർത്തുന്നുമുണ്ട്. പിന്നെ അവിടെ ആർട്ട് ഗാലറി ഉണ്ട്. പിന്നെ ആനകളെ പിടിക്കുന്നതും ആനകളെ പിടിക്കാൻ ഉപയോഗിച്ചിരുന്ന ഡിവൈസസും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും ചിത്രങ്ങളും ഒക്കെയാണുള്ളത്. മാത്രമല്ല, ആനയുടെ സ്കെലിറ്റൺ, സ്കള്ളിൻ്റെ സ്കെലിറ്റൺ, മൊത്തമായുള്ള ഒരു സ്കെലിറ്റൺ, പല്ലുകൾ എന്നിവയെല്ലാം സൂക്ഷിച്ചിട്ടുണ്ട്. ഒറിജിനൽ പല്ലും സ്കെലിറ്റനും ഒക്കെ. നമുക്ക് നോക്കാം. ഇവിടെയാണ് വേണമെങ്കിൽ ആൾക്കാർക്ക് ഇരിക്കാം, അതിനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. മരങ്ങൾക്കിടയിൽ ഏതാ മരം? അശോകച്ചെടി. സസ്യങ്ങളെ കുറിച്ച് ഭയങ്കര കാര്യമായ അറിവുണ്ട്. ഇത് നമ്മുടെ ആനസങ്കേതത്തിൽ വന്നേ. എനിക്ക് തരാനല്ലേ എടുക്കുന്നത്? എനിക്ക് വേണോ വീഡിയോ ഇടാനായിട്ട്? അയ്യടാ, ഞാൻ വേറെ 1-2 വീഡിയോ കൂടി ഇതേപ്പറ്റി ചെയ്യുന്നുണ്ട്. അന്നേരം ആനപിടുത്ത കേന്ദ്രത്തെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇടാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ആർട്ട് ഗാലറിയാണ് ഫോക്കസ് ചെയ്യുന്നത്. ആനയെ കുളിപ്പിക്കുക. താപ്പാനകളെ കൊണ്ട് ആനകളെ പിടിപ്പിക്കുന്നതിൻ്റെ ചിത്രങ്ങളുണ്ട് ഇവിടെ. അതുപോലെ താപ്പാനകൾ കൊണ്ടുവരുന്ന കാട്ടാനയെ ഇടാനുള്ള കൂടും ഒക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ പിന്നെ ചെയ്യാം. കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇതോടൊപ്പം. ഇതുണ്ട്, എനിക്കൊന്ന് കുളിപ്പിക്കുന്ന സമയമാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ പേര് ഈവ എന്നാണ്. വയസ്സ് 23. കണ്ടോ, പെങ്കൊച്ച. ഇതിൻ്റെ പേര് പ്രിയദർശിനി, വയസ്സ് 42. കുളിപ്പിക്കുക. അച്ചടാ, 42 ആയല്ലേ? ഇതിൻ്റെ പേര് മീന, ഇത് വയസ്സ് 34. അവിടെ കുളിപ്പിക്കുന്നൊന്നും കാണുന്നില്ല, കുളിപ്പിക്കാൻ പോകുന്നേ ഉള്ളെന്ന് തോന്നുന്നു. അതെ, മീനയും കുളിപ്പിക്കുവാണേ. കണ്ടോ, 3 അങ്ങനെ ഇരിപ്പുണ്ട്. ഇവൻ ഇച്ചിരി മത ഇളകി നിൽക്കുന്ന ആനയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് മെല്ലെ വിട്ടേക്കാം. അമ്മ ഇങ്ങനെ നിൽക്കുക, അമ്മ പറയാം മതളകി നിൽക്കുക. അതുകൊണ്ട് അത് കൊമ്പനാണോ?
കണ്ടോ, എഴുതിയിട്ടുമുണ്ട് കൃഷ്ണ. ഇത് വയസ്സ് 13. ഓക്കെ, വീണ്ടും കാണാം.